GST പരിഷ്കരണം രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനാണ് GSTയിൽ പരിഷ്കരണം കൊണ്ടുവന്നതെന്നും ഇതോടെ നികുതിയിൽ വൻ ഇളവുകൾ വന്നുവെന്നും സർക്കാർ വ്യക്തമാക്കുകയാണ്. കോൺഗ്രസ് സർക്കാർ ജനങ്ങൾക്ക് മേൽ നിരവധി നികുതികൾ ചുമത്തി. എന്നാൽ NDA സർക്കാർ നിത്യോപയോഗ സാധനങ്ങളെ നികുതി കുറയ്ക്കുകയായിരുന്നു. GST പരിഷ്കരണം സാധാരണക്കാർക്ക് കൂടുതൽ ഗുണമായേക്കും. ആരോഗ്യ ഇൻഷുറൻസ് നികുതി കുറയ്ക്കുകയും ചെയ്തു. GST പരിഷ്കരണത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം തന്നെ വർദ്ധിക്കാൻ പോവുകയാണ്. രാജ്യത്ത് ഉപഭോഗവും വളർച്ചയും കൂടുകയും വികസിത ഭാരതത്തിനായി കോർപ്പറേറ്റീവ് ഫെഡറലിസം കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും. GST മാത്രമല്ല, NDA സർക്കാർ ആദായ നികുതി കുറച്ചു എന്നും മോദി പറയുകയാണ്. GSTയിൽ പ്രതിപക്ഷത്തിനെതിരെയും പ്രധാനമന്ത്രി വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ മിഠായിക്ക് പോലും കോൺഗ്രസ് നികുതി ഈടാക്കിയിട്ടുണ്ടായിരുന്നു. UPA സർക്കാർ സ്വീകരിച്ചത് മധ്യവർഗ വിരുദ്ധ മനോഭാവമാണ്. GST പരിഷ്കരണം സാധാരണക്കാർക്ക് ഗുണമായേക്കും. NDA സർക്കാർ നിത്യോപയോഗ സാധനങ്ങൾക്ക് നികുതി കുറച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇത്തരം പരിഷ്കരണങ്ങൾ രാജ്യത്തെ സ്വയം പ്രാപ്തിയിലേക്ക് നയിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴും രാജ്യം വലിയ വേഗതയിൽ പുരോഗതി നേടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദീപാവലി സമ്മാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച GST പരിഷ്കരണത്തിൽ GST കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. 2017 നിലവിൽ വന്ന ശേഷം ആദ്യമായാണ് GST സമഗ്ര പരിഷ്കരണം കൊണ്ടുവരുന്നത്. രാജ്യത്തെ GSTയിൽ സമഗ്രമായ അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായതോടെ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് ലഭിക്കാൻ പോകുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെയും നികുതിയിൽ വലിയ ഇളവാണ് GST കൗൺസിൽ യോഗത്തിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലിനും ജീവൻ രക്ഷാ മരുന്നുകൾക്കും അടക്കം വലിയ നികുതി ഇളവുകൾ ലഭിക്കും. എന്നാൽ സിഗരറ്റിനും പാൻ മസാല ഉൽപ്പന്നങ്ങൾക്കും ആഡംബര സാധനങ്ങൾക്കും വില കൂടുകയും ചെയ്യും. വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെ GSTയിൽ നിന്ന് ഒഴിവാക്കി. മോട്ടോർ സൈക്കിളിനും ചെറിയ കാറിനും വില കുറയുകയും ചെയ്യും. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്കും നികുതി ഉണ്ടാവില്ല. സിമന്റ്, മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവയ്ക്കും വില കുറയും. സെപ്റ്റംബർ 22 മുതൽ പുതിയ നികുതി ഘടന നിലവിൽ വരികയും ചെയ്യും. സാധാരണ വീട്ടുപകരണങ്ങൾക്കെല്ലാം വലിയ വില വ്യത്യാസം ഉണ്ടാകും. പുതിയ GST ഘടന നിലവിൽ വരുമ്പോൾ കൂടുതൽ പരിഷ്കരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഹെയർ ഓയിൽ, ടോയ്ലറ്റ് സോപ്പുകൾ, ഷാമ്പുകൾ, ടൂത്ത് ബ്രഷുകൾ, ടേബിൾ വെയർ, അടുക്കള ഉപകരണങ്ങൾ എന്നിവയുടെ GST 18% നിന്ന് 5% കുറയും. UHD, പാല്, പനീർ, ഇന്ത്യൻ ബ്രെഡുകൾ എന്നിവയെ GSTയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. അവയുടെ നിരക്കുകൾ 5% നിന്ന് 0% കുറച്ചിരിക്കുന്നത്. നംകീൻ, ഭൂജിയ, സോസുകൾ, പാസ്ത, കോൺഫ്ലെക്സ്, നെയ്യ് തുടങ്ങിയ പാക്കേജ് ചെയ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പുതിയ GSTയിൽ 5% സ്ലാബിന് കീഴിൽ വരികയും ചെയ്യും. ആരോഗ്യ സംരക്ഷണ ചെലവുകൾക്കുള്ള ഒരു പ്രധാന ആശ്വാസമായി 33 ജീവൻ രക്ഷാ മരുന്നുകൾക്കും നികുതി ഒഴിവാക്കി. കണ്ണടകളുടെ വിലയും കുത്തനെ കുറയും. 28% നിന്നും 5%. ഓട്ടോമൊബൈൽ, കൺസ്യൂമർ ഡ്യൂറബിളുകൾക്കും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ വിഭാഗത്തിൽ ഉൾപ്പെടുകയാണ്. എയർ കണ്ടീഷണറുകൾ, ഡിഷ് വാഷിംഗ് മെഷീനുകൾ, 32 ഇഞ്ചിൽ കൂടുതലുള്ള TVകൾ എന്നിവയിൽ 28% നിന്ന് 18% കുറയുകയും ചെയ്യും. വലിപ്പം പരിഗണിക്കാതെ എല്ലാ TVകൾക്കും ഇപ്പോൾ 18% GST ബാധകമാണ്. 350 cc താഴെയുള്ള ചെറു കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും 28% നിന്ന് 18%. 1200 cc താഴെയുള്ള പെട്രോൾ കാറുകൾക്കും 1500 cc താഴെയുള്ള ഡീസൽ കാറുകൾക്കും ഇനി 18% GST ഈടാക്കും. ബസ്സുകൾ, ട്രക്കുകൾ, ആംബുലൻസുകൾ തുടങ്ങിയ വലിയ യാത്രാ വാഹനങ്ങൾക്ക് 18% GSTയിൽ താഴെയാണുള്ളത്. കൂടാതെ ഓരോ വിഭാഗങ്ങളും ഓരോ നിരക്കിൽ ഏകീകരിക്കപ്പെടുകയാണ്. മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവയുടെ വിലയും ഗണ്യമായി കുറയുകയും ചെയ്യും. അതേസമയം ചില ഉൽപ്പന്നങ്ങൾക്ക് 40% GST ചുമത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുകയാണ്. കൗൺസിൽ നിലവിലുള്ള 4 സ്ലാബുകൾ 5, 12, 18, 28 എന്നീ ശതമാനങ്ങളെ 5 മുതൽ 18 വരെയാക്കി കുറച്ചിരിക്കുകയാണ്. എന്നാൽ ആഡംബര കാറുകൾ, പുകയില, സിഗരറ്റ് തുടങ്ങിയ തിരഞ്ഞെടുത്ത ചില ഇനങ്ങൾക്ക് 40% പ്രത്യേക സ്ലാബ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പാൻ മസാല, ഗുഡ്ക, സിഗരറ്റുകൾ, സർദ പോലുള്ള ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, പുകയില, ബീഡി എന്നിവയെ ഒഴികെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പുതിയ നിരക്കുകൾ ഇപ്പോൾ ബാധകമാണ്.